Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ബോൺലെസ് ഐല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഉമ്മുമ്മൻ്റെ റെസിപ്പിയാണ്. ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും ഇങ്ങനെ ഐല ബോൺലെസ് ആക്കി പൊരിക്കുന്നത്. എന്തായാലും ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഐല സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ താഴോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ കൈ ഇതുപോലെ ഉള്ളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ബോൺ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പൊട്ടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഐല ഇതുപോലെ ബോൺലെസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അവസാനമായിട്ട് സൈഡിലെ മുള്ളുകളും കൂടി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐല നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി. ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളി കൂടി ഒന്ന് വെള്ളത്തിലിട്ട് അലിയിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല ഫിഷിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമുക്കിത് മാരിനേഷന് വെക്കാം. അതിനുശേഷം നമ്മൾ ഫിഷ് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇട്ടതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു നല്ല മണമാണ്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളിനി വീട്ടിൽ ഐല ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ബോൺലെസ് ആക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.